ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്നത്തെയും പോലെ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒട്ടും സമയങ്ങളിലായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പോസിബിൾ ബോക്സ് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ബോക്സ് നമുക്ക് ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കിട്ടാറുള്ളതാണ്. അപ്പൊ ഈ ഒരു ബോക്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ബോക്സ് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടും ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്തതിന്റെ മുകളിൽ കൂടി തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലുള്ള പേപ്പർ കട്ടറോ അല്ലെങ്കിൽ ബ്ലേഡോ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡിലുള്ള എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിന്റെ താഴ്ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതിപ്പോ ഓപ്പൺ ആയ രീതിയിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് ഓപ്പൺ ആവാത്ത രീതിയിൽ, അതായത് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു ഗമ്മ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഹോട്ട് ഗ്ലൂ ആണ്, അതായത് ഗ്ലൂ ഗൺ ഇല്ലേ, ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോം ബോക്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഉരുകി പോകും കേട്ടോ. പെട്ടെന്ന് ഒട്ടിക്കിട്ടും, എന്നാലും ഈ ഒരു ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ഉരുകി പോകും ആ ഒരു ചൂട് തട്ടിയിട്ട്. അപ്പൊ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ചെറിയ രീതിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഡബിൾ ടാപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കിച്ചണിലോ അല്ലാന്നുണ്ടെങ്കിൽ വാർഡ്രോബിന്റെ ഡോറിന്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതിന്റെ ഡോറിന്റെ സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ രേഖകളൊക്കെ ഉണ്ടാവല്ലോ, പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലുള്ള രേഖകളൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, പേഴ്സൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ വാർഡ്രോബിന്റെ, അതായത് ഷെൽഫിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നേരം തെരഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ എടുത്തുകൊണ്ട് പോയാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ എല്ലാ ദിവസവും മെഡിസിൻ ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ടാബ്ലറ്റ് ഒക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചീപ്പൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഇത് ഷെൽഫിന്റെ സൈഡിൽ മാത്രമല്ല, നമ്മുടെ അടുക്കളയുടെ ചുമരിൽ കൂടി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ കറി പൗഡർ ഉണ്ടാവുമല്ലോ, ആ കറി പൗഡറിന്റെ പാക്കറ്റ് ഒക്കെ ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. അപ്പൊ ഇതുപോലെ ഡിസ്പോസിബിൾ ബോക്സ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഷോളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പഴയ ഷോളൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ ഒരു ഷോൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ഷോൾ ഒന്ന് മടക്കിയെടുക്കണം. 4 ആയിട്ടാണ് ഞാൻ മടക്കിയെടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലെ ഷോൾ ഞാൻ 4 ആക്കി മടക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സാധാരണ ഷോളിനെ നെടുകയെന്ന് മടക്കിയതിന് ശേഷം അതിനെ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ മടക്കുന്ന പോലെ തന്നെ കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു ഹാങ്ങർ ആണ്. ഈ ഒരു ഹാങ്ങർ നമ്മൾ എടുത്തു വെച്ച ഷോളിന്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇട്ടെടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഷോള് മുഴുവനായിട്ട് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ തയ്ച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. അതായത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഒരു പോക്കറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോക്കറ്റിലോട്ടായിട്ട് നമുക്ക് നമ്മുടെ തുണികളൊക്കെ അടക്കി വെച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മുടെ തുണികളൊക്കെ ഓരോ പോക്കറ്റിലോട്ടും മടക്കി വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോ നമ്മൾ ഷോള് മടക്കി ഇട്ടത് കൊണ്ട് തന്നെ 4 പോക്കറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ.
കണ്ടില്ലേ, ഇപ്പൊ 4 ലെയർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ ലെയറിലോട്ടും, അതായത് ഓരോ പോക്കറ്റിലോട്ടും നമുക്ക് നമ്മുടെ തുണികളൊക്കെ അടുക്കി വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒത്തിരി തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ കാണിക്കുന്ന ഒരു ലെയർ കുഴപ്പമില്ല, അതിന് മുകളിലായിട്ട് തയ്ച്ചത് ഈ കാണുന്നത് തയ്ച്ചത് ഇച്ചിരി ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു പോക്കറ്റ് ആണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ തയ്ച്ചെടുക്കുന്ന ടൈമിൽ കുറച്ച് അധികം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒത്തിരി തുണികളൊക്കെ അതിലോട്ട് അടുക്കി വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഷെൽഫിലൊന്നും തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷെൽഫിന്റെ സൈഡിലായിട്ട്, അതായത് ഡോറിന് മുകളിലായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. അതിനായിട്ട് വേറൊരു സ്പേസ് ഒന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ ഒത്തിരി തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഷെൽഫിന്റെ ഡോറൊക്കെ അടച്ചിടുന്നത് കൊണ്ട് തന്നെ അതൊരു വൃത്തികേടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യില്ല. അതേസമയം നമുക്ക് ഒത്തിരി തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കറിവേപ്പിലെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ നാൾ കേടുകൂടാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു കറിവേപ്പില തണ്ടിൽ നിന്ന് മാറ്റി ഉതിർത്തിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ കഴുകി എടുക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ തണ്ടൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ തണ്ടോട് കൂടി വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ പിന്നീട് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് തണ്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് കറുപ്പ് കളറിലും ചീഞ്ഞതുമായിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. ഇങ്ങനെയുള്ള ഇലകൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇലകൾ കൂടി 2 ദിവസം കഴിയുമ്പോഴേക്കും കറുപ്പ് കളറായിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ എത്ര സൂക്ഷിച്ചു വെച്ചാലും അത് കറുപ്പ് കളറായി മാറും. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഗ്ലാസ് ബോട്ടിലാണ്. സാധാരണ നമ്മൾ പ്ലാസ്റ്റിക് ബോക്സ് വെക്കുന്നതിനെക്കാളും കൂടുതൽ കുറെ നാൾ കേടുകൂടാതിരിക്കുന്നത് ഇതുപോലുള്ള കുപ്പിപ്പാത്രങ്ങളിലായിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഈ ഒരു ഗ്ലാസ് ബോട്ടിലിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കോട്ടന്റെ തുണി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അതും ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പേപ്പർ ഉണ്ടല്ലോ, നോട്ട്ബുക്കിന്റെ പേപ്പർ, അപ്പൊ ആ ഒരു പേപ്പർ കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കറിവേപ്പില ആ ഒരു കുപ്പിയിലോട്ട് നിറച്ചു കൊടുക്കാം. പിന്നെ സാധാരണ പോലെ അടപ്പിട്ട ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ നാൾ കേടുകൂടാതിരിക്കും കേട്ടോ. പൊതുവെ നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് ബോട്ടിലായിരിക്കും ഇട്ട് സൂക്ഷിക്കാറുള്ളത്. അപ്പൊ ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽ ഇട്ടിട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കുക കേട്ടോ. അതിനേക്കാളും കൂടുതൽ ഇടുന്നൊക്കെന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മളെല്ലാവരും വാൾപേപ്പർ വാങ്ങുന്നവരാണല്ലേ. അപ്പോൾ ആ ഒരു വാൾപേപ്പറിന്റെ ബാക്ക് ഭാഗത്തായിട്ട് ഇതുപോലുള്ള ബട്ടർ പേപ്പർ ഒക്കെ കാണും. അപ്പൊ ഈ ഒരു ബട്ടർ പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണിത്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറിനെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ചതുരത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ചതുരത്തിലുള്ള പീസിനെ ഇതുപോലെ മടക്കിയതിന് ശേഷം ബാക്കിയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടില്ലേ, എക്സ്ട്രാ വരുന്ന പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ നമുക്ക് ഒരു ത്രികോണത്തിന്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇതുപോലെ നേരെ സെന്ററിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചതുരത്തിലുള്ള പേപ്പറും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. അകത്തേക്കും പുറത്തേക്കും ആയിട്ട് ഈ ഒരു രീതിയിൽ, അതായത് സിക്സാഗ് ആയിട്ട് മടക്കി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ഒരു പേപ്പർ അവസാനിക്കുന്ന വരെ മടക്കി കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതാ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗമ്മ തേച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് നേരെ നടുകെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ നടുകെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഗമ്മ തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ സെൻട്രലായിട്ട് ഒട്ടിയിരുന്നോളൂ. ഇപ്പൊ നമുക്ക് ഈ ഒരു ഷേപ്പിലോട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ചതുരത്തിലുള്ള പേപ്പറൊക്കെ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറൊക്കെ ഈ ഒരു രീതിയിലോട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസിലോട്ട് ഞാൻ റൗണ്ടിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച റൗണ്ടിലുള്ള കാർഡ്ബോർഡ് പീസിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മടക്കി വെച്ച പേപ്പർ ഉണ്ടല്ലോ, ആ ഒരു പേപ്പർ ഇതുപോലെ ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് റൗണ്ട് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് റൗണ്ട് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെൻട്രലായിട്ട് നമുക്കൊരു മിറർ കൂടി വെച്ചു കൊടുക്കാം. ഇതുപോലുള്ള അക്രിലിക്കിന്റെ മിററാണ് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് വെയിറ്റ്ലെസ് ആണ്, നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു മിറർ നമുക്ക് ഇതിന്റെ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ജൂട്ടിന്റെ ഒരു നൂല് എടുത്തിട്ടുണ്ട്. ഈ ഒരു നൂല് നമ്മൾ സാധാരണ മുടിയൊക്കെ മെടയുന്നില്ലേ, അതുപോലെ ഒന്ന് മെടഞ്ഞെടുക്കാം. ഇനി ഈ ഒരു മിററിന് ചുറ്റുമായിട്ട് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു മെടഞ്ഞെടുത്ത നൂല് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ സൂപ്പർ വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി വാൾപേപ്പർ ഒക്കെ വാങ്ങുന്ന ടൈമിൽ അതിന്റെ ബാക്കിലുള്ള ബട്ടർ പേപ്പർ കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.